നമസ്കാരം. ഏതം ഫ്ലിക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരള തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ദിവസം പ്രദർശിപ്പിച്ച സിനിമകളെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനു മുമ്പായി പ്രേക്ഷകരുടെ ചെറിയ റിക്വസ്റ്റ്, ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ് ചെയ്യുക. എന്നെപ്പോലെ സാധാരണക്കാരന് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സബ് വളരെ അത്യാവശ്യമാണ്. നമ്മൾ വിഷയത്തിലേക്ക് മടങ്ങി വരാം. കേരള തിയേറ്ററിൽ കൂടുതൽ ദിവസം പ്രദർശിപ്പിച്ച 9 സിനിമകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു 2010 കാലഘട്ടം വരെ മലയാള സിനിമയിൽ ഒരു സിനിമയുടെ വിജയവും പരാജയവും ഒക്കെ നിർണ്ണയിക്കുന്നത് അത് എത്ര ദിവസം തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു എന്ന അടിസ്ഥാനമാക്കിയാണ്. എന്നാൽ 2010 ശേഷം സാറ്റലൈറ്റ് എന്ന വലിയൊരു സംവിധാനം വരികയും സിനിമ എത്ര ദിവസം പ്രദർശിപ്പിച്ചു എന്നതിനുമപ്പുറം സാറ്റലൈറ്റ് എത്ര രൂപയ്ക്ക് വിറ്റുപോകുന്നു എന്നതിലായി വിജയത്തിൻ്റെ ഘടകം. പതിയെ 2016 കൂടി അത് OTT എന്നൊരു മെറ്റീരിയലിലേക്ക് മാറാൻ തുടങ്ങി. കോവിഡിന് ശേഷം പൂർണ്ണമായും OTTയെ അടിസ്ഥാനമാക്കിയിട്ടാണ് മലയാള സിനിമയുടെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത്. എങ്കിലും പൂർണ്ണമായിട്ടും തിയേറ്ററിനെ ഒഴിവാക്കിക്കൊണ്ട് മലയാള സിനിമയ്ക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. കാരണം വിജയവും പരാജയവും ആദ്യമായിട്ട് തീരുമാനിക്കുന്നത് തിയേറ്ററിൽ വെച്ച് തന്നെയാണ്. പക്ഷേ പണ്ടത്തെ പോലെ ഇപ്പോൾ എത്ര ദിവസം പ്രദർശിപ്പിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് കളക്ഷനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോഴത്തെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ പറയുന്ന ലിസ്റ്റിൽ, ഈ പറയുന്ന 9 സിനിമയുടെ ലിസ്റ്റിൽ മിക്കവാറും സിനിമകളും 90കളിലോ 2000ന്റെ ആരംഭങ്ങളിലോ ഇറങ്ങിയതായിരിക്കാം. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് പോവാം. ആദ്യം ആകാശദൂത് എന്ന ചിത്രത്തെ കുറിച്ചാണ്. 1993 സിബി മലയിലിന്റെ സംവിധാനത്തിൽ മാധവി, മുരളി, NF വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി ഈ ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ ഒരുപാട് ദിവസം പ്രദർശിപ്പിച്ച ഒരു സിനിമയാണ്. വലിയ ഹിറ്റായ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ, കുടുംബ പ്രേക്ഷകർക്കിടയിൽ വലിയ ഹിറ്റായിരുന്നു ഈ ചിത്രം. NF വർഗീസ് എന്നൊരു മലയാളത്തിന്റെ അതുല്യ നടനെ ഈ ചിത്രത്തിലൂടെയാണ് സത്യം പറഞ്ഞാൽ പ്രകടനം കൊണ്ട് മലയാളിക്ക് ലഭിക്കുന്നത്. അടുത്ത ചിത്രം 1951 ഇറങ്ങിയ ജീവിത നൗക എന്ന ചിത്രമാണ്. തിക്കുറിശ്ശി സുകുമാരൻ നായർ നായകനായ ഈ ചിത്രം വലിയ രീതിയിൽ കേരളത്തിൽ പ്രദർശനം നേടിയതാണ്. ഓർക്കുക, 1951 അന്ന് കേരളത്തിൽ എത്ര തിയേറ്ററുകൾ ഉണ്ടാവും? ഉള്ള തിയേറ്ററുകളിൽ ഈ ചിത്രം വളരെ കുറെ ദിവസങ്ങൾ പ്രദർശിപ്പിച്ചു. ഇത് 1951 ഇറങ്ങിയ ഒരു ചിത്രമായതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ വ്യക്തിപരമായി എനിക്കും അറിയില്ല. അടുത്ത ചിത്രം ഹിറ്റ്ലർ എന്ന ചിത്രമാണ്. 1996 സിദ്ദിഖ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി, മുകേഷ്, ജഗദീഷ്, ശോഭന, വാണി വിശ്വനാഥ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇറങ്ങിയ ഈ സിനിമ ഏതാണ്ട് 6 മാസത്തോളം കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നിട്ടുണ്ട്. വലിയൊരു വിജയമായിരുന്ന ഈ ചിത്രം ഇന്നും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നാണ്. മികച്ച കഥ കൊണ്ടും ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും കോമഡി കൊണ്ടും ഏറ്റവും പ്രിയപ്പെട്ട ചിത്രങ്ങളിൽ ഒന്ന് തന്നെ ആയിരിക്കണം ഹിറ്റ്ലർ. അടുത്തത് കിലുക്കം എന്ന ചിത്രമാണ്. 1991 പ്രിയദർശന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, രേവതി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ട്. മാത്രമല്ല, ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഈ ചിത്രം കണ്ടവർക്ക് എന്തായാലും അറിയുമായിരിക്കും, അത് ജഗദീഷ് ശ്രീകുമാറാണ്. ഈ ചിത്രം ഇൻഡസ്ട്രിയിൽ വലിയ ഹിറ്റായ ചിത്രമായിരുന്നു. ഏതാണ്ട് 300 ദിവസത്തിൽ കൂടുതൽ ഈ ചിത്രം തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിക്കകത്ത് പുതിയ പല റെക്കോർഡുകളും ഈ ചിത്രം തുറന്നിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ കാലത്തും ചിത്രം ഇറങ്ങി 36 വർഷം കഴിഞ്ഞിട്ടും ഇന്നത്തെ കാലത്തും നമുക്ക് പ്രിയപ്പെട്ട പല രംഗങ്ങളുമുള്ള ഒരു ചിത്രം തന്നെയാണ് കിലുക്കം. 1985 ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത് മമ്മൂട്ടി, അടൂർ ബാസി, ശോഭന എന്നിവർ അഭിനയിച്ച ചിത്രമാണ് യാത്ര. ഈ ചിത്രവും കേരളത്തിൽ ഏതാണ്ട് 8 മാസത്തോളം തുടർച്ചയായി പ്രദർശനം നടത്തിയിരുന്നു. ഇൻഡസ്ട്രിക്കകത്ത് വലിയൊരു ഹിറ്റായിരുന്നു ഈ ചിത്രം. കുറച്ച് പഴയ സിനിമ ആയതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് അറിയില്ല. 1993 ഫാസിൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ, ശോഭന, സുരേഷ് ഗോപി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളായി ഇറങ്ങിയ ഒരു സിനിമയാണ് മണിച്ചിത്രത്താഴ്. പുതിയ ആഖ്യാന ശൈലി കൊണ്ടും സിനിമാ ഇൻഡസ്ട്രിക്ക് വ്യത്യസ്തത സമ്മാനിച്ച ഒരു സിനിമയായിരുന്നു മണിച്ചിത്രത്താഴ്. ഇതിലെ നായിക ശോഭനയ്ക്ക് പിന്നീട് ഈ ചിത്രത്തിലെ പ്രകടനത്തിന് ദേശീയ അവാർഡ് വരെ ലഭിക്കുകയുണ്ടായി. ഈ ചിത്രം കേരളത്തിൽ ഏതാണ്ട് 300 ദിവസത്തിൽ കൂടുതൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നത് വലിയൊരു കൗതുകമാണ്. ഇന്നും നമ്മുടെ എല്ലാം പലരുടെയും ഹിറ്റ് ലിസ്റ്റിൽ ഈ ചിത്രമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 1989 MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഒരു വടക്കൻ വീരകഥ.
മമ്മൂട്ടിയായിരുന്നു ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം. മലയാളത്തിലെ എണ്ണം പറഞ്ഞ ക്ലാസിക്കുകളിൽ ഒരു സിനിമ. മലയാളത്തിൽ എണ്ണം പറഞ്ഞ 5 ക്ലാസിക്കുകൾ എടുത്താൽ അതിൽ എന്തായാലും വടക്കൻ വീരഗാഥ കാണും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ചിത്രം 312 ദിവസമാണ് കേരളത്തിലെ തിയേറ്ററിൽ ഓടിയത്. ക്വാളിറ്റി കൊണ്ടും കഥാപറച്ചിൽ കൊണ്ടും വ്യത്യസ്ത പുലർത്തിയ ഈ ചിത്രം അത്രയേറെ ജനങ്ങളിലും മമ്മൂട്ടി എന്ന നടന്റെ മികച്ച പ്രകടനം കൊണ്ടും അത്രയേറെ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. 1988 പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ, രഞ്ജിനി, നെടുമുടി വേണു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇറങ്ങിയ ചിത്രമായിരുന്നു ചിത്രം. മികച്ച കോമഡി കൊണ്ടും അവസാനത്തെ മികച്ച സെന്റിമെന്റ്സ് രംഗങ്ങൾ കൊണ്ടും ഒരുപാട് മനുഷ്യ മനസ്സിലെ സങ്കീർണ മുഹൂർത്തങ്ങൾ കൊണ്ട് കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ച ഈ ചിത്രം കേരളത്തിൽ 366 ദിവസമാണ് പ്രദർശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം വലിയൊരു ഹിറ്റായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പിന്നീട് മോഹൻലാലിന്റെ സിനിമാ കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രമായി മാറി ചിത്രം എന്ന ഈ സിനിമ. 1991 സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത് മുകേഷ്, NN പിള്ള, ഫിലോമിന, സിദ്ദിഖ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഗോഡ് ഫാദർ ആണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമ. ആമ്പുള്ള കഥ കൊണ്ടും മികച്ച കോമഡി രംഗങ്ങൾ കൊണ്ടും മലയാളി പ്രേക്ഷകർ തിയേറ്ററിലേക്ക് അടുപ്പിച്ച സിനിമ. ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ 404 ദിവസമാണ് പ്രദർശിപ്പിച്ചത്. ഇതൊരു റെക്കോർഡാണ്. ഏതാണ്ട് 10-35 വർഷം മുമ്പ് നേടിയ ആ റെക്കോർഡ് ഇന്നേ വരെ തകർക്കപ്പെട്ടിട്ടില്ല. നമ്മളിൽ പലർക്കും ഫേവറേറ്റ് ചിത്രങ്ങളിൽ ഒന്ന് ഈ ചിത്രം തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം പ്രദർശിപ്പിച്ച സിനിമയുടെ കണക്കിൽ ഏറ്റവും ആദ്യം വരുന്നത് ഗോഡ് ഫാദർ ആണ്. 2ാം സ്ഥാനത്ത് ചിത്രം എന്ന സിനിമയാണ്. 3ാം സ്ഥാനത്ത് വടക്കൻ വീരഗാഥയാണ്. 4ാം സ്ഥാനത്ത് മണിച്ചിത്രത്താഴും. 5ാം സ്ഥാനത്ത് യാത്ര എന്ന സിനിമയും 6ാം സ്ഥാനത്ത് കിലുക്കം എന്ന സിനിമയുമാണ്. 7ാം സ്ഥാനത്ത് ഹിറ്റ്ലറും. 8ാം സ്ഥാനത്ത് ജീവിത നൗക എന്ന ചിത്രവും. 9ാം സ്ഥാനത്ത് ആകാശദൂത് എന്ന ചിത്രവുമാണ്. ഏതായാലും നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കമന്റ് ചെയ്യൂ. ഇത്തരം കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതുവരെ സബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവരെ ദയവായി സബ് ചെയ്യുക, സപ്പോർട്ട് തരിക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.